റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്നു. അതിന്റെ തത്സമയം ഇപ്പോൾ ലോൺ കേരളത്തിന് നൽകുമ്പോഴും കേരളത്തിനോട് പറയുന്നത് 31-ാം തീയതി മാർച്ച് മാസം 31-ാം തീയതിക്കകത്ത് ഇത് ചെലവഴിക്കണം. എമൗണ്ട് റിലീസ്ഡ് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ബൈ 31/3/2025. Release of fund to intermediate agencies without actual payment of the final recipient will not be treated as expenditure. എന്ന് പറഞ്ഞാൽ വളരെ 45 ദിവസത്തിനകം ലഭ്യമാക്കിയിട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തുക ചെലവഴിക്കണം എന്ന ധാരണയോടുകൂടി ഒരു ലോൺ കൈമാറുകയാണ്. എന്ന് മാത്രമല്ല ഇതിൻ്റെ 5ാമത്തെ നിബന്ധനയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, കേരളം അന്ന് ഈ ലോൺ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പറഞ്ഞ പ്രോജക്റ്റുകൾ, അതായത് പാലം പണി, റോഡ് പണി, സ്കൂളുകളുടെ നിർമ്മാണം, ഇങ്ങനെ തുടങ്ങി സ്വാഭാവികമായിട്ടും സമർപ്പിച്ച പ്രോജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വകമാറ്റി ചെലവഴിച്ചാൽ അത് കേരളത്തിന് ലഭ്യമാകുന്ന ഡെവല്യൂഷനിൽ കുറവ് വരുത്തും. അതായത് കേന്ദ്രം കേരളത്തിന് സാധാരണ നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു പാലം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ആ പാലത്തിന് ആരെങ്കിലും പിന്നീട് സഹായം ചെയ്താൽ പാലം തന്നെ ചെയ്തേക്കണം, പാലം മാറി ഒരു റോട്ടിലേക്ക് കടന്നാൽ അങ്ങനെ എടുക്കുന്ന സംഖ്യ ചെലവഴിക്കുന്നത് ഈ ലോണിൻ്റെ ഭാഗമല്ല എന്ന് കാണുകയും അത് കേരളത്തിന് സാധാരണ നൽകുന്ന ഡെവല്യൂഷനിൽ പെടുത്തി കേരളത്തിന് സാധാരണ നൽകുന്ന ഭരണഘടനാപരമായിട്ടുള്ള വിവിധ സംഖ്യകളിൽ പെടുത്തി കുറവ് ചെയ്യും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപാധിരഹിതമല്ല, കടുത്തുപാധികളോട് കൂടിയിട്ടുള്ള ഒരു ലോണാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് 31/3 ചെലവഴിക്കുക 45 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അത്ര സാധ്യമല്ല. ഈ തീരുമാനമനുസരിച്ച് ഏൽപ്പിക്കുന്ന ഏജൻസികൾക്ക് തുക കൈമാറി ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയാൽ മതിയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി ഫിനാൻസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ACSനെയും അതുപോലെ തന്നെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തി അവരിന്ന് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തും. മുമ്പിങ്ങനെ അനുഭവങ്ങളില്ലാത്തത് കൊണ്ട് പ്രസിഡന്റ് നമുക്ക് ഉണ്ടാകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷം ആ കാര്യം മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇതിന്റെ തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്.